ശ്രീ സുഭാഷ് ബാബു, ഇവിടെ അപായകരമായ ഒരു തിരക്ക്, ഇത്രയധികം തിരക്ക് മുൻപുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു ആസൂത്രണം അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചില കാര്യക്രമങ്ങൾ നടപ്പിലാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഇവിടെ പോലീസിന്റെ കാര്യത്തിലടക്കം, അതായത് പോലീസിന്റെ വിന്യാസത്തിലടക്കം വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കേന്ദ്ര സേന എത്തിയിട്ടില്ല, കൃത്യമായി ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വലിയ പാളിച്ചയാണ് വന്നിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം തിരക്ക് വരും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് മണ്ഡലകാലത്ത് ഓരോ മണ്ഡലകാലവും കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് ഒരു ന്യായീകരണമാണോ? ഒരിക്കലും അല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ക്രൗഡ് കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ട് ജോലിയാണ്. അതിന് മാൻ പവറാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അതിനേക്കാൾ ഉപരി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അർപ്പണബോധത്തോടു കൂടിയിട്ട് ജോലികൾ വളരെ ശുഷ്കാന്തിയോടും അതിനേക്കാൾ ഉപരി നിപുണതയോടുകൂടി ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി ഒരു അറിവ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ തിരക്ക് കൂടുന്നുണ്ടെങ്കിൽ ആ തിരക്ക് കൂടുന്നുണ്ടോ എന്നുള്ളത് പമ്പയെന്നോ അല്ലെങ്കിൽ നിലയ്ക്കലെന്നോ ഒക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്നതിനും ഭക്തന്മാരെ ഈ വരും സ്വാമിമാരെ അറിയിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് അവരും കുറച്ച് ജാഗരൂകരായിരിക്കും. എത്ര പോകണം, എങ്ങനെ പോകണമെന്നൊക്കെ ഏകദേശം അത് അവിടെ തന്നെ നിർദ്ദേശം കൊടുക്കാം. യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അതിനേക്കാൾ ഉപരി ഇപ്രാവശ്യത്തെ ശബരിമല സീസണിൽ വളരെ കൂടുതൽ സാധാരണ വരുന്നതിനേക്കാൾ എൻ്റെ ഒരു വ്യക്തിപരമായ കണക്കൂട്ടൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സാധാരണ വരുന്നതിനേക്കാൾ എങ്ങനെ വന്നാലും ഒരു 1.5 ഇരട്ടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഭക്തജനങ്ങൾ അവിടെ എത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യപ്പനെ സംബന്ധിച്ച് എല്ലാവർക്കും വിശ്വാസമാണ്. എല്ലാവരും അവിടെ വന്നു കഴിഞ്ഞാൽ ആരും ആരുടെ പേര് വിളിക്കില്ല. സ്വാമി അയ്യപ്പ, സ്വാമി, അങ്ങനെ മാത്രമേ എല്ലാവരെയും വിളിക്കുകയുള്ളൂ. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെയും പോലും വിളിക്കുന്നത് പോലീസ് അയ്യപ്പന്മാരെന്നല്ലേ, അല്ലാണ്ട് ആരെയും വിളിക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ സ്വാമി അയ്യപ്പനുമാണ്. അവിടെ എല്ലാവരും സമന്മാരാണ്. അവിടെ വേറുകൃത്യമില്ല, സാമ്പത്തിക ശേഷിയില്ല, വിദ്യാഭ്യാസ യോഗ്യ, ഔദ്യോഗികമൊന്നുമില്ല എന്നാണല്ലോ നമ്മുടെ സങ്കല്പം. പക്ഷേ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ദിവസം തിരക്ക് ആദ്യത്തെ ദിവസം കൂടുമെന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാര്യം ഞാൻ നേരത്തെ മറ്റേ ഈ സ്വർണ്ണ കൊണ്ണയുമായി ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ആളുകൾ കുറയുമെന്ന് ആരൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും അയ്യപ്പനിലുള്ള താല്പര്യവും കൂടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറയുക, അയ്യപ്പൻ്റെ ഇതേ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വർണം കൊള്ള നടത്തിയ ആൾക്കാരെ മുഴുവൻ അയ്യപ്പൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെ കഴിവ് കൊണ്ട് അവരെ മുഴുവൻ ജയിലിലാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലേക്ക് വരാനുള്ള ആകർഷണം കൂടും. ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ എന്താണ് ഇളക്കിക്കൊണ്ടുപോയത്, എന്താണ് ഈ വാതിൽപ്പടി, എന്താണ് കട്ടിളപ്പടി, എന്താണ് ദ്വാരപാലക ശില്പം, അതിനകത്തിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം എന്താണെന്നൊക്കെ കാണാനുള്ള താല്പര്യം സാധാരണ എല്ലാവർക്കും, നമ്മൾ നാട്ടിലെല്ലാവരോടും 10 പേരോടും നിങ്ങൾ ചോദിക്കൂ, 8 പേരും അതിന് താല്പര്യമുള്ള ആളുകളായിരിക്കും. പക്ഷേ പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താല്പര്യത്തോട് അവിടെ എന്താണ് നടന്നത്, ഏതാണ് ഇവിടെ കൊള്ള നടത്തിയത് എന്നുള്ള അവർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത് ചെയ്ത ആളുകളെ അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനാണ്. ഇത് ചെയ്തവനെ മുഴുവൻ അയ്യപ്പൻ പരമാവധി ശിക്ഷ കൊടുത്ത് ഇനി നേലാൽ ഇതേമാതിരിയുള്ള ഒരു ദൈവസങ്കല്പത്തിൽ കൊള്ളയടി നടക്കാൻ പാടില്ല എന്നുള്ള ഒരു പാഠം എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനും കൂടി ഇതായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ക്രൗഡ് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശ്രീമാൻ ശ്രീജിത്ത് ADGP അദ്ദേഹത്തിന് ആ സ്ഥലത്ത് നല്ല പരിചയമുള്ള ആളാണ്. അദ്ദേഹം SP ആയിരുന്ന കാലത്തും അതിനുശേഷം DIG IG എല്ലാം ADGP ഒക്കെയുള്ള എല്ലാ അവസരത്തിലും അദ്ദേഹം സ്പെഷ്യൽ ഓഫീസറും പിന്നെ കൺട്രോളറും ഒക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്ര ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് കണക്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പമ്പയിൽ നിന്ന് വരുന്ന ആളുകളാണല്ലോ ആ വഴി വരുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ച് ആളുകൾ കാരണം തീർത്ഥാടന കാലം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറ്റ് പാർശ്വ വഴികളിൽ നിന്നൊക്കെ വരുന്ന ആളുകളും തുലവും കുറവായിരിക്കും. എന്നാലും അവിടെയും കണക്കെടുക്കണമെങ്കിൽ അവിടെയൊക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഏകദേശം ഒരു കണക്കെടുക്കാം. പിന്നെ മുഴുവൻ സ്ഥലത്തും ഈ CCTV ദൃശ്യങ്ങളുണ്ട്. ഏകദേശം അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഡിജിറ്റൽ ആയിട്ട് കണക്കെടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ എത്ര പേർ കടന്നു പോകുന്നുണ്ടോ ഒരു വഴിക്ക് എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ല. അത് ഏകദേശം ഒരു കണക്ക് കിട്ടും. അങ്ങനെ വന്നു കഴിയുന്ന അവസരത്തിൽ ഇവിടെ എത്ര ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളാം അതിനും കണക്കുണ്ട്, കൃത്യമായിട്ട് കണക്കുണ്ട്. ആ വരുന്ന അവസരത്തിൽ അതിൽ കൂടുതൽ വരുന്ന ആളുകളെ എന്ത് ചെയ്യണം, കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യത ആദ്യം കണക്കായിരുന്നു. അതിന് പറ്റിയില്ല. ഞാനൊക്കെ അത് വരും എന്നുള്ള വിശ്വാസക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇവരെ എവിടൊക്കെ നിയന്ത്രിച്ച് നിർത്തണം,
അവരെ എല്ലാവരെയും കൂടെ സന്നിധാനത്തോട് അവിടെ ചെന്ന് അപകടകരമായി ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഇത് ഭയാനകമായ ഒരു സാഹചര്യമാക്കി എന്തുകൊണ്ട് ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഓരോരോ ഫേസ്ഡ് കൺട്രോളാണ്, ഓരോരോ സെക്ടറൽ കൺട്രോൾ, ഓരോ സെക്ടറാക്കിയിട്ട് എത്ര ആളുകളെ കടത്തി, എത്ര ആൾ ഇങ്ങോട്ട് വന്നു, എത്ര ആൾ തിരിച്ചുപോയി, അതനുസരിച്ചിട്ട് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് കടത്തുക. അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിയന്ത്രണാതീതമായ ആളുകൾ വരും. ഈ മലവെള്ളം വരുന്ന മാതിരി തന്നെ ആളുകളൊന്നായിട്ട് ഇരച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിസ്സഹരായി നോക്കി നിൽക്കുക, അല്ലാണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് പിന്നെ ഇത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുക എന്നല്ലാണ്ട് യാതൊരു ചെയ്യാനും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനാണ് നിയന്ത്രണം എന്ന്, അതാണ് ക്രൗഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇന്ന് ഈ പ്രാവശ്യം പാളിച്ച സംഭവിച്ചിരിക്കുന്നത്. ഒന്നാമത് നേരത്തെ ഇങ്ങനെ ഒരു ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. കഴിഞ്ഞ മണ്ഡലകാലത്തും ഇത്തരത്തിൽ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ പാളിച്ച പറ്റുകയുണ്ടായി. അന്നും നമ്മളിത് ചർച്ചാ വിഷയമാക്കിയതാണ്. പക്ഷേ ഒന്നിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളാതെ എന്തുകൊണ്ടാണ് പോകുന്നത്? നമുക്ക് ഈ രാഷ്ട്രീയം മാറ്റിവെക്കാം, ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കാം, അവലോകന യോഗങ്ങൾ മാറ്റിവെക്കാം. പോലീസിൻ്റെതായ ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ, അവർക്ക് ഇത് നടപ്പിൽ വരുത്താനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് കാര്യക്ഷമമായി മുന്നോട്ട് പോകാത്തത്? അവരുടെ മേലേതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ? അതോ അവരുടെ വിന്യാസത്തിലടക്കം എണ്ണത്തിലടക്കമുള്ള കുറവ് ഇതിന് കാരണമാകുന്നുണ്ടോ? എണ്ണം സാധാരണ ഓരോ ഫേസിൽ 4 ഫേസാണ് ഇപ്പോൾ ഡ്യൂട്ടി, അത് 5 ഫേസ് വേണമെങ്കിൽ പറയാം. ആ ഫേസിൽ വരുന്ന ആളുകൾ ഏകദേശം അയ്യപ്പ ഭക്തന്മാർ വരുന്നത് കണക്കാക്കിയിട്ട് പോലീസിനെ വിന്യസിക്കുന്നതാണ്. അത് സെൻട്രൽ ഫോഴ്സിനെയും അവിടെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതിനൊരു ബന്ധം സ്കീമുണ്ട്. എല്ലാ ക്രൗഡ് ഇതേമാതിരി കൂടുതൽ ക്രൗഡ് വരുന്ന ഫെസ്റ്റിവൽ സ്ഥലത്ത് ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഏകദേശം വരും, ഏത് രീതിയിലുള്ള ആളുകളാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണ് കൂടുതൽ വന്നിരുന്നത് എന്നൊക്കെ വ്യക്തമായ കണക്കുകൾ ഓരോ വർഷം എടുത്ത് സൂക്ഷിക്കും. ആ സമയത്ത് ഓരോ ദിവസവും അവിടുത്തെ ഡ്യൂട്ടിയുടെ വിജയപരാജയങ്ങൾ എന്ത് എന്ന് രേഖപ്പെടുത്തിയതിന് ശേഷം അത് വ്യക്തമായി അവലോകനം ചെയ്തതിന് ശേഷം അടുത്ത പ്രാവശ്യത്തെ ബന്ധോ സ്കീം എഴുതുമ്പോൾ ഈ നേരത്തെ സംഭവിക്കുന്ന പാളിച്ചകൾ ഒഴിവാക്കാൻ ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ആ ബന്ധോ സ്കീമിൽ ഉൾപ്പെടുത്തും. ആ ബന്ധോ സ്കീമിൽ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇതേമാതിരി പാളിച്ച വന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിക്രമിച്ച ആളുകൾ കയറുകയോ മറ്റു രീതിയിൽ വന്നിട്ട് ആളുകൾ ഓൺ റഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റഷിനെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ, ആ ബെഡ് ഹൗസിൻ്റെ പുറത്ത് പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ആ കാര്യങ്ങൾ ഈ മുൻ വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനോ അല്ല പുതിയ ഏതെങ്കിലും രീതിയിൽ അത് സംഭവങ്ങൾ പുതുതായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് മുൻകൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് പോലീസ് ബന്ദോബസ്തിൽ വേണ്ടത്. അത് കഴിഞ്ഞ പ്രാവശ്യവും മുമ്പൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടു എന്നുണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്തണമായിരുന്നു, അത് വിശകലനം ചെയ്യണമായിരുന്നു. അത് ഈ പ്രാവശ്യത്തെ ബന്ധോസ്കോമിൽ ഇങ്ങനെ വരും എന്നുള്ളതനുസരിച്ച് റീഎൻഫോഴ്സ്മെൻറ്റ്, അതായത് കൂടുതൽ ആളുകളെ അവിടെ നിന്ന് വിന്യസിക്കണമായിരുന്നു. എവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം തിരക്കുണ്ടായത്, എങ്ങനെയാണ് തിരക്കുണ്ടായത് എന്നതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഓരോ വർഷവും ഇതേമാതിരി ക്രൗഡ് കൺട്രോൾ. പക്ഷേ ആ ഓരോ വർഷവും അതേ സാഹചര്യം തന്നെ ആവർത്തിക്കുന്നതാണ് നിർഭാഗ്യവശാൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്.